നാളെയാണ് സ്ക്വിഡ് ഗെയിമിൻ്റെ സെക്കൻഡ് സീസൺ റിലീസാവുന്നത്. ഫസ്റ്റ് സീസണിൻ്റെ ആയിപ്പോണ്ട് തന്നെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഈ സീരീസ്. പ്രതീക്ഷയുടെ അമിതഭാരം കുറച്ച് കണ്ടാൽ ഇഷ്ടപ്പെടും എന്നുള്ളൊരു ലൈനിലേക്കൊന്നും പോകാണ്ടെന്നാൽ മതി. പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്ക്വിഡ് ഗെയിമിനെ പറ്റിയിട്ടല്ല. ആ സീരീസ് ഹിറ്റാവുന്നതിന് മുമ്പും ശേഷവും അതേ ഫോർമാറ്റിലുള്ള സർവൈവൽ ത്രില്ലേഴ്സ് ഒരുപാട് റിലീസായിട്ടുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 സീരീസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. 2022 റിലീസായ ഈ സീരീസ് ജാപ്പനീസ് മാംഗയുടെ ലൈവ് അഡാപ്റ്റേഷനാണ്. സുഹൃത്തുക്കളായ 3 പേര് പെട്ടെന്നൊരു ദിവസം ഒരു ഗെയിമിംഗ് വേൾഡിൽ എത്തിപ്പെടുന്നതും അവിടെ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചാലഞ്ചസും അതിനെങ്ങനെയാണ് അവർ സോൾവ് ചെയ്യുന്നതും എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്ലോട്ട്. ഓരോ എപ്പിസോഡും ഗെയിമിലെ ഓരോ മിഷൻ പോലെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരുപാട് ആക്ഷൻ സീക്വൻസും വയലൻസും സൈഫൈ എലമെൻസും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. സ്ക്വിഡ് ഗെയിമിൻ്റെ അത്ര പോപ്പുലാരിറ്റി ഇല്ലെങ്കിലും പല ആൾക്കാർക്കും സ്ക്വിഡ് ഗെയിമിനേക്കാളും ഇഷ്ടം ഈ സീരീസാണ്. ഒരു അണ്ടർറേറ്റഡ് സീരീസ് ആണെന്ന് തന്നെ പറയാം. നിങ്ങൾ ഇതുവരെ സീരീസ് കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സീരീസാണ് ആലീസ് ഇൻ ബോർഡർലാൻഡ്. ഈ വർഷം റിലീസായ സീരീസാണ് ദ 8 ഷോ. സ്ക്വിഡ് ഗെയിമിൽ വിന്നിംഗ് മണി ഒരാൾക്ക് മാത്രമാണ് കിട്ടുന്നതെങ്കിൽ ഈ സീരീസിൽ അത് 8 പേർക്കും കിട്ടും. ആകെ അവർ ചെയ്യേണ്ടത് അവരുടെ മാക്സിമം സമയം ആ ബിൽഡിങ്ങിൽ സ്പെൻഡ് ചെയ്യാമെന്ന് മാത്രമാണ്. ടൈം ഈസ് മണി എന്ന കോട്ടിൻ്റെ ഒരു എക്സാക്റ്റ് റെപ്രസെൻറ്റേഷനാണ് ഈ സീരീസ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം, ഈ ഗെയിംസിൻ്റെ റൂൾസ് എന്താണെന്ന് അവർക്ക് ആർക്കും തന്നെ അറിയില്ല. അത് അവർ തന്നെ കണ്ടുപിടിച്ചിട്ട് വേണം ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെയാണ് പണം കൂടുതലുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഡിഫറൻസും അവർ ഒരുമിച്ച് നിൽക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മനുഷ്യൻ്റെ ഉള്ളിലെ പണത്തോടുള്ള ആർത്തിയും സുപ്പീരിയോറിറ്റി മനോഭാവം എല്ലാം ഈ സീരീസിൻ്റെ ഒരു പ്രധാന ഫാക്ടറായിട്ട് വരുന്നത്. ഫൈനൽ എപ്പിസോഡ് അത്ര ഇംപ്രസീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലെങ്കിലും ഓവറോൾ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഡീസൻറ്റ് ഡാർക്ക് കോമഡി ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു സീരീസാണ് ദ 8 ഷോ. 2022 റിലീസായ ഡ്രാമ സീരീസാണ് ഓൾ ഓഫ് അസ് ആർ ഡെഡ്. സോംബി അപ്പോക്കാലിപ്സ് സ്വഭാവമുള്ളതാണ് ഈ സീരീസ്. ഒരു സ്കൂളിലെ സയൻസ് ടീച്ചറുടെ എക്സ്പെരിമെൻറ്റിൽ നിന്നൊരു വൈറസ് ലീക്കാവും. ആ വൈറസ് ആ സ്കൂളിലെ മറ്റു കുട്ടികളിൽ ബാധിക്കുന്നതും ഈ ബാധിച്ച ആൾക്കാരൊക്കെ സോംബീസായി മാറി ബാക്കിയുള്ളവർ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതും പിന്നെ അവിടെ നടക്കുന്ന കുറേ സംഭവങ്ങളൊക്കെയാണ് ഈ സീരീസിൽ പറയുന്നത്. സോംബി സിനിമകൾ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ബ്ലഡും വയലൻസും ഒക്കെ തന്നെയാണ് അതിൻ്റെ മെയിൻ റീസൺ. ഇതിലേക്ക് വരുമ്പോഴും അതൊക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇതിൻ്റെ സ്റ്റോറി ഭയങ്കര എൻഗേജിങ് ആണ്. കുറേ ട്വിസ്റ്റ് ആൻഡ് ടേണും ജംസ്കെയർ പരിപാടികളും ഇമോഷണൽ മൊമെൻറ്റ്സും എല്ലാം ഈ സീരീസിലുണ്ട്. ഇതുവരെ കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം. 12 എപ്പിസോഡ്സ് ഉള്ള സീസൺ 1 ആണ് ഇതുവരെ റിലീസായിട്ടുള്ളത്. സീസൺ 2 അടുത്ത വർഷം എന്തായാലും റിലീസാവും. ഇതേപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട സർവൈവൽ ത്രില്ലേഴ്സ് മൂവീസും സീരീസും ഒക്കെ നിങ്ങളും ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.